ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. പ്രാദേശിക ചരിത്രത്തിനും പ്രാധാന്യം കൽപ്പിക്കണമെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ ചരിത്രം രേഖപ്പെടുത്തിയ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ ജില്ലാ വിജ്ഞാനീയം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിസന്ധി നേരിടാനും മുന്നേറാനുമുള്ള ഊർജം ചരിത്ര അറിവിലൂടെ സമൂഹം നേടുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ആദ്യമായാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ ചരിത്ര ഗ്രന്ഥം തയ്യാറാക്കുന്നത്. ജില്ലയിലെ സാമൂഹ്യ മാറ്റങ്ങൾ, സാംസ്കാരിക രംഗത്തെ സവിശേഷതകൾ, സംഭവങ്ങൾ എന്നിവയെപ്പറ്റി സൂക്ഷ്മ പഠനം നടത്തിയാണ് ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുള്ളത്. ചരിത്രം, രാഷ്ട്രീയം, മതം, ആധ്യാത്മികത, നവോത്ഥാനം, സംസ്കാരം, സാഹിത്യം, കല, വിദ്യാഭ്യാസം, ആരോഗ്യം, മാധ്യമം, കായികം എന്നീ ശീർഷകങ്ങളിലായി ജില്ലയെ സംബന്ധിക്കുന്ന സമഗ്ര വിവരങ്ങൾ പുസ്തകത്തിലുണ്ട്. സാഹിത്യകാരൻ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മയ്ക്ക് മന്ത്രി പുസ്തകം കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം അധ്യക്ഷത വഹിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും കൈമാറ്റവും തടയുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിശോധന തുടരുന്നു. കഴിഞ്ഞ മാസം മാത്രം 75 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലഹരി കേസുകളിൽ 71 പ്രതികളും അബ്കാരി കേസുകളിലായി 149 പേരും അറസ്റ്റിലായിട്ടുണ്ട്. ഫെബ്രുവരി 22-ന് സംസ്ഥാന വ്യാപകമായി ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും കൈമാറ്റവും തടയുന്നതിന് ആരംഭിച്ച ഓപ്പറേഷൻ ഡി ഹണ്ട് ജില്ലയിൽ തുടരുകയാണ്. മദ്യം, മയക്കുമരുന്ന്, പുകയില ഉത്പന്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എക്സൈസ് കൺട്രോൾ റൂമിൽ പൊതുജനങ്ങൾക്ക് അറിയിക്കാം. പത്തനംതിട്ട നഗരത്തിൽ കല്ലറക്കടവ് പാലത്തിന് സമീപം ജല അതോറിറ്റിയുടെ പ്രധാന വിതരണ പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഈ മാസം 11 വരെ നഗരസഭാ പരിധിയിൽ ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന് ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ശബരിമലയിൽ 10 നാൾ നീണ്ടുനിൽക്കുന്ന പൈങ്കുനി ഉത്രം മഹോത്സവത്തിന്റെ 6ാം ദിനമായ ഇന്ന് രാത്രി ശ്രീഭൂതബലിക്ക് ശേഷം വിളക്കിനെഴുന്നള്ളിപ്പ് നടക്കും. 10 വരെ എല്ലാ ദിവസവും ഈ ചടങ്ങ് നടക്കും. 10-ന് രാത്രി ശരംകുത്തിയിൽ പള്ളിവേട്ട നടക്കും. 10ാം ഉത്സവ ദിനമായ ഏപ്രിൽ 11-ന് രാവിലെ 11-ന് പമ്പയിൽ ദേവന് ആറാട്ട് നടക്കും. അന്ന് വൈകിട്ട് സന്നിധാനത്ത് കൊടിയിറക്ക് നടക്കും. ഉത്സവം തീരുമ്പോൾ മേടമാസ വിഷുപൂജകൾ തുടങ്ങുന്ന സാഹചര്യത്തിൽ ഏപ്രിൽ 18 വരെ തുടർച്ചയായി നട തുറന്നിരിക്കും. വിഷുദിനമായ ഏപ്രിൽ 14-ന് രാവിലെ 4 മുതൽ 7 വരെ വിഷുക്കണി ദർശനവും നടക്കും. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവള പദ്ധതിക്കായി കൊടുമൺ പ്ലാന്റേഷനിലെ റവന്യൂ ഭൂമിയുടെ സാധ്യത കൂടി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. വിമാനത്താവള പദ്ധതിക്കായി പ്ലാന്റേഷൻ എസ്റ്റേറ്റ് കൂടി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് ശബരി സാംസ്കാരിക സമിതി ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകാഞ്ഞ സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിരുന്നു. തുടർന്നാണ് സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറി കളക്ടർക്ക് നിർദ്ദേശം നൽകിയത്. പന്തളം രാജകുടുംബാംഗം പന്തളം കൈപ്പുഴ ലക്ഷ്മിവിലാസം കൊട്ടാരത്തിൽ തിരുവോണം നാൾ അമ്പത്തമ്പുരാട്ടിയുടെ മരണത്തെ തുടർന്ന് പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത ക്ഷേത്രം ഈ മാസം 16 വരെ അടച്ചു. പന്തളത്ത് വിഷുനാളിൽ നടന്നുവരുന്ന വിഷു ഉത്സവവും തിരുവാഭരണ ചാർത്തും ഇത്തവണ ഉണ്ടാകില്ല. ഈ മാസം 17-ന് നട വീണ്ടും തുറക്കും. വേനൽ അവധിക്കാലം യുവാക്കളെയും കുട്ടികളെയും വീടകങ്ങളിൽ ഇന്റർനെറ്റിനു മുൻപിൽ തളച്ചിടപ്പെടാതെ കളിസ്ഥലങ്ങളിൽ എത്തിച്ച് ആഘോഷമാക്കി മാറ്റാൻ ശ്രമവുമായി പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ. യുവത്വത്തിന്റെ ആവേശം കണ്ടങ്ങൾ ഉൾപ്പെടെയുള്ള കളിസ്ഥലങ്ങളിലേക്ക് വീണ്ടും നിറയ്ക്കാനാണ് കണ്ടം ക്രിക്കറ്റ് എന്ന ആശയവുമായി കളക്ടർ യുവജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങുന്നത്. വലിയ ആവേശത്തോടെയാണ് സമൂഹമാധ്യമത്തിൽ കളക്ടറുടെ പോസ്റ്റിന് തങ്ങളുടെ കളിസ്ഥലങ്ങളുടെ വിവരങ്ങൾ യുവജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.